എഴുതിയിരിക്കുന്നത്. വിശുദ്ധ തോമസ് ഗലീലയിൽ ജനിച്ച് മൈലാപ്പൂരിൽ മരിച്ച ഭാരതത്തിന്റെ അപ്പസ്തോലൻ ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ട യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ. യേശുവിന്റെ ശുശ്രൂഷയിൽ ജാഗ്രതയോടെ, ധീരതയോടെ, വ്യക്തതയോടെ പ്രവർത്തിച്ച ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആൾരൂപം. സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ മുറിവിൽ തൊട്ടു വിശ്വസിക്കുന്ന വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പിടിവാങ്ങു ചിത്രം അതിമനോഹരമായി കൊടുത്തിട്ടുണ്ട്. താൻ നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ല എന്ന തോമസിന്റെ നിർബന്ധത്തെ യേശുവിന് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നോക്കിക്കാണാതിരിക്കാനായില്ല. 1-ാം നൂറ്റാണ്ടിലാണ് ഈ പുണ്യാത്മാവ് ജനിക്കുന്നത്. എത്യോപ്യ, പേർഷ്യ എന്നിവിടങ്ങളിലെ വചന പ്രബോധനത്തിന് ശേഷം സുവിശേഷ ദീപവുമായി അദ്ദേഹം കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ കാലുകുത്തി. കേരളീയരുടെ ഇടയിൽ സുവിശേഷ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് യേശുവിനെ പ്രഘോഷിച്ചു. അദ്ദേഹം സ്ഥാപിച്ച പള്ളികൾ 7 പള്ളികൾ എന്നാണ് അറിയപ്പെടുന്നത്. AD 72 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ശത്രുക്കളുടെ ശൂലമുള്ള കുത്തേറ്റ് അദ്ദേഹം വധിക്കപ്പെട്ടു. നമ്മുടെ വിശ്വാസത്തിന് അടിത്തറ പാകിയ വിശുദ്ധ തോമാസ് ശ്ലീഹ നമുക്ക് നൽകിയ വിശ്വാസത്തിന്റെ ആഴം നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ വിശ്വാസം വരും തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കൃപയുടെയും സമാധാനത്തിന്റെയും ഉൾക്കരുത്തുമായി മുന്നേറാൻ സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.